അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തി വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തു. ആയങ്കിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചു. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് കാപ്പയിൽ അറസ്റ്റ് ചെയ്തത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും പോലീസിനെയും ഭീഷണിപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായിരുന്ന അർജുൻ ആയങ്കിക്ക് ശനിയാഴ്ച ജാമ്യം ലഭിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് തലശ്ശേരി സബ് ജയിലിലെത്തി വളപട്ടണം SHO TM വിപിൻ കാപ്പ ചുമത്തി അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനു പിന്നാലെ അർജുൻ ആയങ്കിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കുകയും ചെയ്തു. തുടർച്ചയായി കേസുകളിൽ ഉൾപ്പെടുന്നത് ചൂണ്ടിക്കാട്ടിയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡി അർജുൻ ആയങ്കിക്കെതിരെ കാപ്പക്ക് ശുപാർശ നൽകിയത്. കളക്ടർ P. വിഷ്ണുരാജ് കഴിഞ്ഞ ദിവസം ഇത് അംഗീകരിക്കുകയും ചെയ്തു. ഇതിന്റെ നിയമ നടപടികൾ പൂർത്തിയാക്കിയാണ് അർജുൻ ആയങ്കിയെ ശനിയാഴ്ച അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 23ഓളം കേസുകൾ അർജുൻ ആയങ്കിക്കെതിരെയുണ്ട്. കഴിഞ്ഞ 7 വർഷത്തിനിടെ 9 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം കേസുകളുടെയെല്ലാം വിശദാംശങ്ങൾ ശേഖരിച്ച ശേഷമാണ് കാപ്പ നടപടികളിലേക്ക് കടന്നത്. കാപ്പ ചുമത്തിയതിനാൽ 6 മാസം അർജുൻ ആയങ്കിക്ക് വിചാരണയില്ലാതെ ജയിലിൽ കഴിയേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.